എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവരും പഠിക്കുന്നുണ്ടാവല്ലോ അല്ലെ? നന്നായിട്ട് പഠിച്ചോ. 20 മാർക്കിന്റെ മലയാളമാണ്. അപ്പൊ മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം എഴുതുക. എന്താ ഗൃഹസ്ഥന്റെ എതിർലിംഗം? ഗൃഹസ്ഥിയാണോ, ഗ്രഹനായകയാണോ, ഗൃഹിണിയാണോ, ഗൃഹസ്ഥയാണോ? ഏതാ ഇതിന്റെ ആൻസർ? പഠിച്ചു വെച്ചോ. ഗൃഹസ്ഥന്റെ എതിർലിംഗം ഗൃഹിണിയാണ്. ഇതറിയാത്ത കുറെ പേരുണ്ടാവും അല്ലെ? പരീക്ഷയ്ക്ക് നമ്മൾ പലപ്പോഴും ഗൃഹസ്ഥ അല്ലെങ്കിൽ ഗൃഹസ്ഥിയിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ എത്തുന്നത് എന്ന് ഇപ്പൊ പഠിച്ചോ. ഗൃഹസ്ഥൻ എന്നതിന്റെ എതിർലിംഗം ഗൃഹിണിയാണ് കേട്ടോ, ഗൃഹിണിയാണ്. അതേപോലെ കുറച്ച് എതിർലിംഗം നോക്കിയേ. നമ്പ്യാർ, നമ്പ്യാരുടെ എതിർലിംഗം എന്താ? നങ്ങ്യാരാണ്. നമ്പ്യാർ, നങ്ങ്യാർ. മനുഷ്യൻ, മനുഷ്യന്റെ എതിർലിംഗം എന്താണ്? മനുഷ്യയാണ്. മനുഷ്യൻ, മനുഷ്യയാണ്. കവിയോ, കവിയുടെ എതിർലിംഗം കവയിത്രി. കവിയുടെ എതിർലിംഗം കവയിത്രി. നേതാവിൻ്റെതോ? നേതാവ്. നമ്മൾ പറയാം അവൻ വലിയ നേതാവാണ് അല്ലെ? എന്നാൽ ഒരു സ്ത്രീയാണ് കാണുന്നതെങ്കിൽ നമുക്ക് അവർ പറയാം അവള് വലിയൊരു നേത്രിയാണ്, നേത്രി. അതുപോലെ ദൂതൻ, ഒറ്റപദത്തിൽ ചോദിക്കാറുണ്ട്. ദൂതന്റെ പ്രവൃത്തി, ദൂതന്റെ പ്രവൃത്തി എന്താ? ദൗത്യമാണ് അല്ലെ? അപ്പൊ ദൂതൻ, ദൂതിയാണ്. വിദ്വാൻ ആണെങ്കിലോ? പണ്ഡിതൻ, വിദ്വാൻ. വിദ്വാന്റെ എതിർലിംഗം വിദുഷിയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് കണ്ടുവന്നിട്ടുണ്ട്, പഠിച്ചേക്കണേ. നമ്പ്യാർ നങ്ങ്യാരാണ്. മനുഷ്യൻ മനുഷ്യയാണ്. നമ്മൾ മനുഷ്യനൊക്കെ, സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ പറയുന്ന വലിയ മനുഷ്യൻ എന്നാ ഓർത്തോ. സ്ത്രീ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മനുഷി. കവി എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട്. കവി കവയിത്രിയാണ്. നേതാവ് നേത്രിയാണ്. ദൂതൻ ദൂതിയാണ്. വിദ്വാൻ വിദുഷിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അവറുകൾ ഏതു വിഭാഗത്തിൽ പെടുന്നു? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, ഇവയൊന്നും അല്ല. അവർകൾ എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ബഹുമാനാർത്ഥം ഒരു വ്യക്തിയെ വിളിക്കുന്നതാണ് അല്ലെ? ഒരു സ്നേഹപൂർവം ഒരു പ്രാസംഗികൻ അല്ലെങ്കിൽ ഒരു വേദിയിൽ നമ്മൾ എന്ത് പറയും? ഇന്ന അവർകളെ സ്വാഗതം ചെയ്യുന്നു അല്ലെ? ഇന്ന വ്യക്തിയെ എന്നുള്ള രീതിയിൽ ഇന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഇന്ന അവർകളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയാ. അപ്പൊ അവർകൾ എന്ന് പറയുന്നത് ഏത് വിഭാഗ? സലിംഗാണോ, അലിംഗാണോ, പൂജകാണോ? ഇവയൊന്നുമല്ല. ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, പൂജക ബഹുവചനമാണ്. എന്താണ് പൂജക ബഹുവചനം? ഒരു വ്യക്തിയെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നത് അല്ലെ? ഒരു വ്യക്തിയെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതാണ് പൂജക ബഹുവചനം. നിങ്ങൾ, താങ്കൾ, ദ്രോണർ, ഭീഷ്മർ, വൈദ്യർ, പണിക്കർ, ഇതൊക്കെ വരുന്നത് പൂജക ബഹുവചനമാണ്. സലിംഗം എന്ന് പറഞ്ഞ എന്താ? നമുക്ക് 3 ലിംഗമുണ്ട്. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം. ഇവയുടെ ബഹുത്വത്തെ കാണിച്ചാൽ അത് സലിംഗാണ്. എന്നാൽ ഇന്നത് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയാതെ ഇവയെ ഒന്നിച്ച് പറയുകയാണെങ്കിൽ അത് അലിംഗ ബഹുവചനമാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വചനത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നും നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഏകവചനമുണ്ട്, ബഹുവചനം ഉണ്ടെന്നും. ഒന്നിനെ സൂചിപ്പിച്ചാൽ അത് ഏകവചനവും ഒന്നിലധികം വസ്തുക്കളെ സൂചിപ്പിച്ചാൽ അത് ബഹുവചനാണെന്നും ഈ ബഹുവചനത്തെ തന്നെ സലിംഗമെന്നും അലിംഗമെന്നും പൂജകമെന്നും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേദോപനിഷത്തുക്കൾ സമാസം ഏത്? വേദോപനിഷത്തിന്റെ സമാസം ഏത്? എന്താ സമാസം എന്ന് പറഞ്ഞാല്? സമാസം, സന്ധി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സമാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് വിഭക്തി പ്രത്യയങ്ങൾ ഒന്നും തന്നെ ചേർക്കാതെ 2 പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സമാസം. വിഭക്തി പ്രത്യയങ്ങൾ ഒന്നും ചേർക്കാതെ 2 പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ അതിനെയാണ് സമാസം എന്ന് പറയുന്നത്. വിഭക്തി പ്രത്യയങ്ങൾ എത്ര തരത്തിലുണ്ട്? 7 തരത്തിലുണ്ട് അല്ലെ? 7 തരം. അതിന് നമ്മളൊരു കോഡ് ഉപയോഗിക്കാറുണ്ട്. നിപ്രസം, ഉപ്രസം,
നിപ്രസം ഉപ്രസം ആ എന്ന് പറയുന്ന കോഡുണ്ട് അല്ലെ. അവിടെ നീ എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശിക, പ്രത്യയങ്ങളൊന്നുമില്ല. പ്രതിഗ്രാഹിക എ എന്ന പ്രത്യയം, സംയോജിക ഓട് എന്ന പ്രത്യയം, ഉദ്ദേശിക ന് എന്ന പ്രത്യയം, പ്രയോജിക ആൽ എന്ന പ്രത്യയം, സംബന്ധിക ഇന്റെ ഉടേ എന്ന പ്രത്യയം. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആധാരിക ഇൽ കൽ പ്രത്യയങ്ങൾ, ഇൽ കൽ പ്രത്യയം. ഇത്രയാണ് വിഭക്തി എന്ന് പറയുന്നത്. എന്താ വിഭക്തി? അതായത് നമ്മൾ ഒരു നാമത്തെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ അവിടെ ചേർക്കുന്ന പ്രത്യയത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത് അല്ലെ. നാമത്തെ മറ്റു പദവുമായി ബന്ധിപ്പിക്കാൻ ഇപ്പൊ രാമു രാജു എന്ന് പറയുന്ന രണ്ട് കുട്ടികളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുക. രാമുവിനോട് രാജു പറഞ്ഞു, രാജുവിനെ രാമു അടിച്ചു. കണ്ടോ? അപ്പൊ നാമത്തെ മറ്റു പദവുമായി ബന്ധിപ്പിക്കുന്നതാണ് വിഭക്തി. 7 തരം വിഭക്തി ഉണ്ട്. ഇങ്ങനെ വിഭക്തി പ്രത്യയം ചേർക്കാതെ രണ്ട് പദത്തെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ അതിനെയാണ് സമാസം എന്ന് പറയുന്നത്. ഉദാഹരണമാണെങ്കിൽ ആനയുടെ വാൽ എന്ന് പറയുന്ന ഒരു പദം നോക്കിയേ. ആനയുടെ വാൽ അല്ലെ. ആനയുടെ വാല് എങ്ങനെ നമുക്കത് പറയാം? ആനയുടെ വാൽ ആന വാലായി മാറി അല്ലെ. അപ്പൊ ഇന്റെ ഉടേ എന്ന് പറയുന്ന സംബന്ധിക വിഭക്തി ഒഴിവാക്കിക്കൊണ്ടാണ് അവയെ ഒരു പദമായിട്ട് മാറ്റിയത്. ഇതിനെയാണ് എന്ത് പറയാം? സമാസം എന്ന് പറയുന്നത്. അപ്പൊ സമാസം പ്രധാനമായിട്ടും 6 തരത്തിലുണ്ട്. അത് കൂടാതെ കുറച്ചെണ്ണം കൂടി അധികമായിട്ടുണ്ട്. പ്രധാനമായിട്ട് 6 ഉണ്ട്. 4 എണ്ണം മലയാളത്തിലുള്ളതും 2 എണ്ണം സംസ്കൃതത്തില് സ്വീകരിച്ചതും. തൽപുരുഷ സമാസമുണ്ട്, ദ്വന്ദ്വ സമാസമുണ്ട്, ബഹുവ്രീഹി സമാസമുണ്ട്, കർമ്മധാരയൻ സമാസമുണ്ട്, അവ്യഭാവനുണ്ട്, ദ്വിഗു സമാസമുണ്ട്. ഇത് കൂടാതെ ഇവയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിത്യ സമാസമുണ്ട്, മധ്യമ പദ ലോഭ സമാസമുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് സമാസങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടത്തെ ചോദ്യം എന്താ? വേദ്യോപനിഷത്തുക്കൾ, വേദോപനിഷത്തുക്കൾ എന്ന് പറയുന്ന സമാസം ഏതാണ്? ഇവിടെ കാണുന്ന 4 സമാസം കർമ്മധാരയൻ സമാസമാണോ? അല്ല. എന്തുകൊണ്ടാ ഇത് കർമ്മധാരയനാവാത്തെന്നറിയോ? അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. കർമ്മധാരയൻ എന്ന് പറഞ്ഞാൽ പൂർവപദം എപ്പോഴും വിശേഷണമായിരിക്കും. മാത്രമല്ല അവിടെ എന്ത് ചെയ്യും? ആയ എന്ന ഒരു പ്രത്യയം കൂടി നമുക്ക് കാണാൻ പറ്റും. അതായത് മഞ്ഞക്കിളി, മഞ്ഞക്കിളിയെ നമുക്ക് എങ്ങനെ പറയാം? മഞ്ഞയായ കിളി അല്ലേ. അതുപോലെ മഞ്ഞക്കിളി, മഞ്ഞയായ കിളി, നീലക്കുറിഞ്ഞി, നീലയായ കുറിഞ്ഞി, മഹർഷി, മഹാനായ ഋഷി. അപ്പൊ ആയ എന്ന പ്രത്യയം വരുന്നത് കർമ്മധാരയനായിരിക്കും. പൂർവപദം വിശേഷണമായി വന്നാലും അത് കർമ്മധാരയനായിരിക്കും. രണ്ടാമത്തെ സമാസം ബഹുവ്രീഹിയാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. കാരണം എന്താ? വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അന്യപദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമാസമാണ് ബഹുവ്രീഹി സമാസം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നീലകണ്ഠൻ എങ്ങനെ നമുക്ക് പറയാം? നീലയായ ഖണ്ഡത്തോട് കൂടിയവൻ ആരോ അവൻ. ആരാ? ശിവനാണ് അല്ലെ. ചക്രപാണി, ചക്രം പാണിയിലുള്ളവനാരോ. ചക്രം പാണി എന്ന് പറഞ്ഞ എന്താ? കൈ. അപ്പൊ ചക്രം പാണിയിലുള്ളവനാരോ അവൻ. ആരാ? മഹാവിഷ്ണു. അങ്ങനെ വരുന്നതാണ് ബഹുവ്രീഹി സമാസം. ഇനി ഈ സംബന്ധിക തൽപുരുഷൻ, തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വിഗ്രഹിക്കുന്ന സമയത്ത് ഉത്തരപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് തൽപുരുഷ സമാസം. ഈ തൽപുരുഷ സമാസത്തെ 7 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന വിഭക്തി വെച്ച് തന്നെ പഠിച്ചാൽ മതി. അതായത് സംബന്ധിക തൽപുരുഷൻ, പ്രതിഗ്രാഹിക തൽപുരുഷൻ, നിർദ്ദേശിക തൽപുരുഷൻ. ഇതിലേത് പ്രത്യയങ്ങള് ഒരു വാക്യത്തെ വിഗ്രഹിക്കുമ്പോൾ വന്നാലും അവയെല്ലാം തൽപുരുഷത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ പ്രത്യയങ്ങൾ മാത്രം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് സംബന്ധിക തൽപുരുഷൻ. ഇപ്പൊ ഇന്റെ ഉടെ വിഗ്രഹിക്കുന്ന സമയത്ത് എന്താ? ആനയുടെ വാൽ എന്ന് പറയുമ്പോ അവിടെ ഇന്റെ ഉടെ എന്ന സംബന്ധിക വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സംബന്ധിക തൽപുരുഷൻ. ഇനി അടുത്തത് അതാണോ? അപ്പൊ അതും അല്ല. ഇവിടെ വേദോപനിഷത്തുക്കളാണ് ചോദിച്ചിരിക്കുന്നത്. വേദവും ഉപനിഷത്തും രണ്ടിനും തുല്യ പ്രാധാന്യം. അപ്പൊ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്ന സമാസം ഏതാണ്? ദ്വന്ദ്വ സമാസം. മനസ്സിലായില്ലേ? വിഗ്രഹിക്കുന്ന സമയത്ത് പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്താൽ അത് ദ്വന്ദ്വ സമാസമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ.
പിരിച്ചെഴുത്ത് അല്ലെ, പിരിച്ചെഴുത്തും സന്ധിയും ഇതേപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. എന്താണ് ചോദ്യം നോക്കാം. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. വിദ്യുത് അധികം ശക്തിയാണോ, വിദ്യു അധികം ശക്തിയാണോ, വിദ്യുത് അധികം ശക്തിയാണോ, വിദ്യുത് ശക്തിയാണോ? ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ് കേട്ടോ. വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തിയായിട്ട് മാറുന്നത്. അപ്പൊ ഇതേപോലെ മറ്റു പദങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കേണ്ട മറ്റു പദങ്ങൾ നോക്കിയേ. ആയുഷ്കാലം, ആയുഷ്കാലത്തിന്റെ പിരിച്ചെഴുത്ത് കണ്ടോ? ആയുഷ്കാലം. ഇവിടെ നമ്മുടെ അഹ എന്ന് പറയുന്ന ചിഹ്നം ചേർക്കണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഋഗ്വേദം, ഇത് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇതേ ഭാഗത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഋഗ്വേദം എന്ന് പറയുന്നത് ഋഗ് അധികം വേദമാണ് ഋഗ്വേദം. ഇനിയോ കരിമ്പുലി, കരിമ്പുലി എന്ന് പറയുന്നത് കരി അധികം പുലിയാണ്. ഇത് ഏത് സന്ധിയാണ്? ആഗമമാണ്, ആഗമ സന്ധിയാണ്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഈ ഉംഭ എന്ന് കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ഉംഭ എന്ന് പറയുന്നത് ഇരട്ടിപ്പാണോ? അല്ല. പായുടെ ഇരട്ടിപ്പാണോ അത്? അല്ല. പായുടെ ഇരട്ടിപ്പ് എന്താ? ഉപ്പിയാണ് അല്ലെ. ഈ ഉംഭ എന്ന് പറയുന്നതിനെ എങ്ങനെയാ നമ്മൾ പറയുന്നത്? കൂട്ടക്ഷരാണ്. എത്ര കൂട്ടക്ഷരമുണ്ട്? അതായത് ഇംഘ, ഇന്ധ, ഇംഭ, ഇഞ്ച, ഇണ്ട, ഇത്രയും കൂട്ടക്ഷരങ്ങളാണ് വരുന്നത്. അപ്പൊ കരി, മല, പുളി, മുള, പൂ, മാ എന്നിവയ്ക്കടുത്തായി ഈ പറയുന്ന ഇങ്ക, ഇന്ത, ഇംഭ, ഇഞ്ച, ഇണ്ട ഇതിലേത് വന്നാലും അത് ആഗമസന്ധി ആയിരിക്കും. അപ്പൊ ഇങ്ക, ഇന്ത, ഇംഭ, ഇഞ്ച, ഇണ്ട, കരി, മല, പുളി, മുള, പൂ, മാ എന്നിവയ്ക്കടുത്തായി ഇവ വന്നാൽ ഇതെല്ലാം ആഗമായിരിക്കും. ഈ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇംഭ എന്ന് പറയുന്നത് എങ്ങനെയാ കൂട്ടക്ഷരായത്? ഇവിടെ 3 വർണ്ണങ്ങളുണ്ട് അല്ലെ. ഇംഭ എങ്ങനെയാ? മീണ്ട്, മ അധികം പ് അധികം ആയാണ് ഇംബ. കണ്ടോ? ഈ 3 വർണ്ണങ്ങൾ വന്നത് കൊണ്ട് തന്നെയാണ് ഇവയെ കൂട്ടക്ഷരമായിട്ട് പറയുന്നത്. കരിഞ്ചന്ത, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ കരി അധികം ചന്ത എന്നാണ് കരിഞ്ചന്ത. ഇതും ആഗമസന്ധിയാണ്. കലവറ, കലവറയോ നോക്കിയേ, കലം അധികം അറയാണ് കലവറ. ഇതേത് സന്ധിയാന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ഇത് ആഗമമാണോ ആദേശമാണോ എന്ന് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ ഇത് ഉറപ്പിച്ചോ, ഇത് ആദേശാണ്. എന്തുകൊണ്ടാ? നമുക്ക് 2 നിയമങ്ങൾ സന്ധി പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ അറിയാം. പ്ലസിന് ശേഷം സ്വരം വരികയും ചേർത്തെഴുത്തിൽ യായോ വായോ വന്നാൽ ആഗമമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ വാ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ അം ചിഹ്നം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആഗമല്ല. അപ്പൊ ഇവിടെ നിയമം മാറി അല്ലെ. പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം, അനുസാരം, വിസർഗം, ചില്ലക്ഷരം വരികയും ചേർത്തെഴുത്തിൽ അവ കാണാതിരിക്കുകയും ചെയ്താൽ അതേത് സന്ധിയായിരിക്കും? ആദേശ സന്ധിയായിരിക്കും. ചലച്ചിത്രം, ചലിക്കുന്ന ചിത്രം നോക്കിക്കേ. ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ് ചലത് അധികം ചിത്രമാണ് കേട്ടോ. ഇനിയോ മഹോത്സവം, മഹോത്സവം എന്ന് പറഞ്ഞ എന്താ? മഹാ ഉത്സവം. മനസ്സാക്ഷി നോക്കിക്കേ, മനഃ സാക്ഷി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കറക്റ്റ് ആക്കേണ്ടത്. ഇതൊക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. 20 മാർക്കാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലിടുന്ന എല്ലാ ക്ലാസ്സുകളും ഉറപ്പായിട്ട് കണ്ടിരിക്കണം. നമ്മുടെ സിലബസിൽ അധിഷ്ഠിതമായിട്ടുള്ളതും അതിനപ്പുറത്തേക്ക് PYQ ക്വസ്റ്റ്യനുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. അപ്പൊ ഇനിയും ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാതി വഴിക്ക് നിൽക്കുകയാണ്, സ്റ്റക്കായി പോവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇനി ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ CC ജോയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടും അതുപോലെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും സമയം കളയണ്ട. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായി അറിയാൻ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു.